എല്ലാ കൂട്ടുകാർക്കും വേദാസിന്റെ മാത്തമാറ്റിക്സ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തത് 5ാം ക്ലാസ്സിന്റെ രണ്ടാമത്തെ പാഠഭാഗമായ വരകൾ ചേരുമ്പോൾ ലൈൻസ് ജോയിനിങ് എന്നൊരു പാഠഭാഗത്തെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അതിൽ നമ്മൾ എന്താണ് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ച് അല്ലെങ്കിൽ മട്ടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചതുരം വരയ്ക്കുന്ന അല്ലെങ്കിൽ റെക്ടാംഗിൾ വരയ്ക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പരിചയപ്പെട്ടായിരുന്നു. അതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു, കോൺ എന്താണ് അല്ലെങ്കിൽ ആംഗിൾ എന്താണെന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന മറ്റു പ്രവർത്തനത്തിലേക്ക് നമുക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്തായിരുന്നു, കോൺ എന്തായാലും അല്ലെങ്കിൽ ആംഗിൾ എന്തായിരുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. എന്തായിരുന്നു, ടു ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഫോം ആൻ ആംഗിൾ. രണ്ട് വരകൾ കൂട്ടിമുട്ടുന്നതിനെയാണ്, രണ്ട് വരകൾ കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ ആംഗിൾ അല്ലെങ്കിൽ കോൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോണം, ഇതാ ഒന്നാമത്തെ വര ഇതാ ഇവിടെ നിന്ന് വരികയാണ്, അതുപോലെ മറ്റൊരു ലൈൻ ഇതാ ഇവിടെ നിന്ന് വരികയാണ്. ഇത് രണ്ടും കൂടി ഇതാ ഇവിടെ ഈ ഒരു സ്ഥലത്ത് കൂട്ടിമുട്ടി. ഏതാണ് ആദ്യത്തെ ഒരു വര, ഇത് രണ്ടാമത്തെ വര, ഇതേ കണക്ക് രണ്ടാമത്തെ വര വന്നതാണ്ട ഈ ബിന്ദുവിൽ ഈ ഒരു പോയിന്റിൽ വന്ന് ഈ രണ്ട് വരകൾ തമ്മിൽ കൂട്ടിമുട്ടി. അപ്പോൾ നമുക്ക് അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു അല്ലെങ്കിൽ കോൺ ഉണ്ടായി എന്ന് പറയാനായി സാധിക്കുന്നു. അപ്പോൾ കോണിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഇതേ കണക്കുള്ള സിമ്പൽ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ആണെങ്കിൽ 90 ഡിഗ്രി ആണ് വരുന്നത് എങ്കിൽ നമ്മൾ രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ലൈന് കൊണ്ടും സൂചിപ്പിക്കുന്നു. അതുപോലെ സാധാരണ ആംഗിളുകൾ 30 ഡിഗ്രിയോ 30 ഡിഗ്രി അല്ലെങ്കിൽ 60 ഡിഗ്രി അങ്ങനെയൊക്കെയുള്ള ആംഗിളാണ് വരുന്നതെങ്കിൽ നമുക്ക് ആംഗിളിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഈ ഒരു സിമ്പലും വെച്ച് സൂചിപ്പിക്കാമെന്ന് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഈ ഒരു കാര്യം വെച്ചിട്ടാണ് ഇനി നമുക്ക് അടുത്തൊരു ഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത്, ആംഗിൾ അല്ലെങ്കിൽ കോൺ എന്നാലും വെച്ചാൽ എന്താണ്, രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ വന്ന് കൂടിച്ചേരുന്നു. ടു ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ്. നോക്കിയാൽ ഈ ഒരു എക്സാമ്പിൾ വെച്ച് നമുക്ക് നോക്കാം. രണ്ട് വരകൾ, ഈ ഒരു വരയും അതുപോലെ ഈ ഒരു വരയും, ഈ രണ്ട് വരകൾ വന്ന് ഒരു ബിന്ദു, ഈ ഒരു ബിന്ദു, രണ്ട് വരകൾ ഈ ഒരു ബിന്ദുവിൽ നിന്ന് കൂടിച്ചേരുമ്പോൾ നമുക്ക് അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു അല്ലെങ്കിൽ ഒരു കോൺ ഉണ്ടായി എന്ന് പറയുവാനായി സാധിക്കും. അപ്പോൾ നമുക്ക് ആംഗിൾ എന്താ അല്ലെങ്കിൽ കോൺ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ നമ്മൾ അതിന് താഴെ തന്നെ ഒരു കുറച്ച് ഇംഗ്ലീഷ് അക്ഷരമാലകൾ തന്നിട്ടുണ്ട്. അതിനകത്ത് നിന്ന് നമ്മൾക്ക് ആംഗിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് നോക്കാം. അപ്പോൾ അതിൽ കുറച്ച് വാക്കുകൾ ഞാൻ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ആദ്യത്തെ വാക്ക് ഏതാണ്, വി. ഇതിനകത്ത് എത്ര ആംഗിൾ ഉണ്ട് എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. എത്ര ആംഗിൾ ഉണ്ട് എന്നാണ് നമ്മൾ എടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ വി. ഈ വി എടുത്ത് നോക്കിയാണ്, അതായത് നമ്മൾ എന്താണ് പറഞ്ഞിരുന്നത് ആംഗിളിനെ കുറിച്ച്, രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ ഒന്ന് കൂട്ടിമുട്ടുന്നു. ടു ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ്. ഇപ്പോൾ നോക്കിയാണ്, ഇവിടെ ഈ ഒരു വരയും ഈ ഒരു വരയും, ആ രണ്ട് വരകൾ വന്നതാ ഈ ഒരു ബിന്ദുവിൽ ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. അപ്പോൾ നമുക്ക് വിയിൽ എത്ര ആംഗിൾ ഉണ്ടെന്ന് പറയാം, ഒരു ആംഗിൾ ഉണ്ട് എന്ന് പറയാനായി സാധിക്കും. അതുപോലെ അടുത്ത ഏതാണ് തന്നിരിക്കുന്ന, എഫ് ആണ് തന്നിരിക്കുന്ന. എഫിനകത്ത് എത്ര ഉണ്ടെന്ന് നോക്കാം. നമ്മൾ എഫ് എടുത്ത് നോക്കുമ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കുന്നത്, രണ്ട് വരകൾ വേണം. രണ്ട് വരകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ നോക്കിയാൽ ഈ എഫിനകത്ത് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ആദ്യം ഇത്ര കാര്യം മാത്രം എടുക്കുമ്പോൾ ഈ ഒരു വരയും ഈ ഒരു വരയും, ഈ രണ്ട് വരകൾ ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ നമുക്ക് അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു അല്ലേ. ഇപ്പോൾ നമുക്ക് അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു. അടുത്തതാണ് ഈ ഒരു വര ക്യാൻസൽ ചെയ്ത് കളഞ്ഞേ, ഈ രണ്ട് വര, ഈ ഒരു വരയും ഈ ഒരു വരയും എടുത്തു. അപ്പോൾ ഇവിടെയും ഒരു ആംഗിൾ ഫോം ചെയ്തു അല്ലേ. അതുപോലെ നോക്കിയാണ് ഈ ഒരു വര ക്യാൻസൽ, ഈ രണ്ട് വരയും ഞാൻ ക്യാൻസൽ ചെയ്ത് കളഞ്ഞേ. അപ്പോൾ എനിക്ക് ഇവിടെ വീണ്ടും മറ്റൊരു ആംഗിൾ കൂടി കിട്ടി. അപ്പോൾ ഇവിടെ എനിക്ക് ആകെ എത്ര ആംഗിൾ കിട്ടി, 3 ആംഗിൾ കിട്ടി എന്ന് പറയുവാനായി സാധിക്കും. ഇത്ര ആദ്യത്തെ ലൈൻ എടുത്തതാണ് ഈ ഒരു വരയും ഈ ഒരു വരയും, അതെടുത്തതാണ് ഈ വരയും ഈ വരയും എന്ന് കൂട്ടിമുട്ടുന്ന ബിന്ദു, ഈ ഒരു ബിന്ദു. അപ്പോൾ നമുക്ക് അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു. അതുപോലെ അടുത്ത എടുത്തതാണ് ഈ ഒരു ലൈനും, നോക്കിയാണ് ഈ ഒരു ലൈനും ഈ ഒരു ലൈനും, ആ രണ്ട് ലൈനുകൾ തമ്മിൽ ഫോം ചെയ്യുന്നത് നോക്കണം, ഈ ലൈനിലാണ് ആ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടും. അതുപോലെ അടുത്തൊരു ആംഗിൾ ഈ ഒരു ലൈനും എടുത്ത് ഈ ഒരു ലൈനും എടുത്തു നോക്കിയാണ്, നമുക്ക് അപ്പൊ അവിടെ രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ ഒന്ന് കൂട്ടിമുട്ടിയപ്പോൾ 3 ആംഗിളുകൾ ഈ ഒരു എഫിനകത്ത് ഫോം ചെയ്യുന്നു എന്ന് പറയാനായി സാധിക്കുന്നു. അതുപോലെ ഈയിലാണെങ്കിലോ ഈല് നോക്കിയാൽ മതി. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ ഒരു ലൈനും ഈ ഒരു ലൈനും എടുത്തു. ഇപ്പോൾ ആ രണ്ട് ലൈനുകൾ എടുത്തപ്പോൾ ഇവിടെ നിന്ന് ഇത്ര വരെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു അല്ലേ. അതുപോലെ അതേ കണക്കിന് അടുത്ത ഈ ഒരു ലൈനും എടുത്ത് ഈ ഒരു ലൈനും എടുത്തു. ആ രണ്ട് വരകൾ വന്ന് കൂട്ടിമുട്ടുന്നത് ഈ ഒരു ബിന്ദുവിലാണ്. അപ്പോൾ നമുക്ക് അവിടെ വീണ്ടും ഒരു ആംഗിൾ കൂടി കിട്ടും. അതുപോലെ ഈ ഒരു ലൈനും എടുത്ത് ഈ ഒരു ലൈനും എടുത്തു. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ആംഗിൾ കൂടി ഫോം ചെയ്യും
അല്ലേ? അതുപോലെ വീണ്ടും ഇത് ഇവിടുന്ന് ഒരു ലൈൻ എടുത്തു, ഈ ഒരു ലൈൻ എടുത്തു, ഈ ഒരു ആംഗിൾ ഫോം ചെയ്യുന്ന ഇതായി ഇവിടെ. അപ്പൊ നമുക്ക് ഇവിടെ എത്ര ആംഗിൾ കിട്ടി? 4 ആംഗിൾ കിട്ടി. അതുപോലെ അടുത്ത ഇസഡ് എടുത്ത് നോക്കാം. ഇസഡിനകത്ത് വേണ്ട ഈ ഒരു ലൈനും ഈ ഒരു ലൈനും വന്ന് ഫോം ചെയ്യുന്ന ആംഗിൾ ഇതാണ്. അപ്പൊ നമുക്ക് അവിടെ അതുപോലെ മറ്റൊരു ലൈൻ എന്താ, ഈ ഒരു ലൈനും ഈ ഒരു ലൈനും ഈ ഒരു ലൈനും ഈ ഒരു ലൈനും. അപ്പോൾ അവിടെ ഒരു ആംഗിൾ കൂടി ഫോം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ എത്ര ആംഗിൾ ഫോം ചെയ്യുന്നു? രണ്ട് കോണുകൾ ഉണ്ടാകുന്നു എന്ന് പറയുവാനായി സാധിക്കുന്നു. അതുപോലെ താഴെ മറ്റുള്ള അക്ഷരങ്ങളും കൊടുത്തിട്ടുണ്ട്. എക്സും കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഡബ്ല്യു, അങ്ങനെയുള്ള കുറെ അക്ഷരങ്ങൾ, വൈ എന്നിങ്ങനെയുള്ള അക്ഷരങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തുള്ള ആംഗിളുകളും കണ്ടുപിടിക്കുക. അപ്പോൾ ഇതേ കണക്കുമ്പോൾ ഓരോന്നും, അതായത് നമ്മൾ ആംഗിൾ എന്ന് വെച്ചാൽ എന്തായിരുന്നു? 2 വരകൾ ഒരു ബിന്ദുവിൽ ഒന്ന് കൂട്ടിമുട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു വി എന്നെടുത്ത് നോക്കുമ്പോൾ തന്നെ ഈ ഒരു ലൈനും ഈ ഒരു ലൈനും, ആ 2 വരകൾ ഈ ഒരു ബിന്ദുവിൽ ഒന്ന് കൂട്ടിമുട്ടുമ്പോൾ അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നു. ആ വി എന്ന അക്ഷരത്തിന് ഒരു ആംഗിൾ ആണുള്ളത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇപ്പോൾ ബോർഡിനകത്ത് 2 ഫിഗറുകൾ കാണുവാനായി സാധിക്കും. അപ്പോൾ ഈ 2 ഫിഗറിനകത്തും എത്ര ആംഗിൾ ഉണ്ട് എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഫിഗർ എടുത്ത് നോക്കാം. ഒന്നാമത്തെ ഫിഗർ ഇതാ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫിഗർ. ഈ ഫിഗറിൽ എത്ര ആംഗിൾ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ആംഗിൾ എന്താണ്, അല്ലെങ്കിൽ കോൺ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? 2 വരകൾ ഒരു ബിന്ദുവിൽ ഒന്ന് കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കിയാണ് ഈ ഒരു ലൈനും ഇവിടുന്ന് വരുന്ന ഈ ഒരു ലൈനും ഈ സൈഡിൽ നിന്ന് വരുന്ന ഈ ഒരു വരയും വന്ന് കൂട്ടിമുട്ടുന്ന ബിന്ദു ഈ ഒരു പോയിന്റ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര ആംഗിൾ ഉണ്ട്? ഈ ഒരു ലൈനില് അല്ലെങ്കിൽ ഈ ഒരു ഫിഗറിനകത്ത് എത്ര ആംഗിൾ ഉണ്ട് എന്ന് പറയാനായി സാധിക്കുന്നു? ഒരു ആംഗിൾ ഉണ്ട് എന്ന് പറയുവാനായി സാധിക്കുന്നു. അതുപോലെ അടുത്തൊരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഒരു ഫിഗറിനകത്ത് എത്ര ആംഗിൾ ഉണ്ട് എന്നുള്ളൊരു ചോദ്യം നോക്കാം. അപ്പോൾ നോക്കിയാണ് ഈ ഒരു ഫിഗർ എടുത്ത് നോക്കുമ്പോൾ തന്നെ ഞാൻ ഈ ഒരു ലൈൻ മറച്ചു വെച്ചേ. ഈ ലൈൻ മറച്ചു വെച്ചിട്ട് നമുക്ക് നോക്കാം. ഈ ലൈൻ മറച്ചു വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ലൈനും അതുപോലെ ഈ ഒരു ലൈനും, ഈ 2 ലൈനുകൾ വന്നതാണ്ട ഈ ഒരു ലൈനും ഈ ഒരു ലൈനും. നമ്മൾ ആദ്യം ഈ ലൈൻ മറച്ചു വെച്ചതിന് ശേഷം ഈ ഒരു ലൈൻ മാത്രം എടുക്കും, അല്ലെ? ഈ ഒരു ലൈൻ നമുക്ക് ഇവിടെ ഇല്ല. അപ്പോൾ ഈ 2 ലൈനുകൾ വന്ന് കൂടിച്ചേരുന്ന ബിന്ദു ഈ ഒരു ബിന്ദുവാണ്, അല്ലെ? ഈ ഒരു ബിന്ദുവിൽ വന്ന് ഈ 2 വരകൾ കൂടിച്ചേരുമ്പോൾ നമുക്ക് അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിഗറിനകത്ത് ആദ്യത്തെ 2 വരകൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത ലൈൻ എടുക്കുകയാണ്. ഞാൻ നോക്കിയാൽ അടുത്തതാണ്ട ഈ ലൈനിനെ മറച്ചു വെച്ചു. ഏതാണ്? ഈ ഒരു ലൈൻ മറച്ചു വെച്ചു. ഇപ്പോൾ ഈ ഒരു ലൈനും മറച്ചു വെക്കുമ്പോൾ നോക്കിയാണ് ഈ ഒരു ലൈനും അതുപോലെ ഈ ഒരു ലൈൻ, ആ 2 ലൈനുകൾ വന്ന് കൂടിച്ചേർന്ന ബിന്ദു ഏതാണ്? ഈ ഒരു ബിന്ദു. അപ്പോൾ നമുക്ക് അവിടെ വീണ്ടും മറ്റൊരു ആംഗിളും കൂടി ഫോം ചെയ്തു എന്ന് പറയുവാനായി സാധിക്കും. അതുപോലെ വേറെ നോക്കിയോണം. ഞാൻ ഈ നടുക്കുള്ള, അതായത് ഇവിടെ ഈ നടുക്കുള്ള ഒരു ലൈൻ ഞാൻ മറച്ചു വെക്കും. അപ്പോൾ മറച്ചു വെക്കുമ്പോൾ നോക്കിയാണ് ഈ ഒരു ലൈനും ഈ ഒരു ലൈനും, ആ 2 വരകൾ വന്ന് കൂട്ടിമുട്ടുന്ന ബിന്ദു ഏതാണ്? ഇവിടെ. അപ്പോൾ നമുക്ക് അവിടെ വേറൊരു ആംഗിളും കൂടി കൂട്ടിമുട്ടുന്നു എന്ന് പറയാനായി, അല്ലെങ്കിൽ ഈ വേറൊരു ആംഗിളും കൂടി ഉണ്ടാകുന്നു എന്ന് പറയാനായി സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ആകെ എത്ര ആംഗിളുകൾ ലഭിച്ചു? 3 ആംഗിളുകളാണ് ലഭിച്ചത്. എത്ര? 3 എണ്ണം. ഒന്നാമത്തെ ഏതാണ്? ഈ വരയും ഈ ഒരു വരയും, ആ 2 വരകൾ വന്ന് കൂട്ടിമുട്ടും. അതുപോലെ രണ്ടാമത്തെ ആംഗിൾ ഏതായിരുന്നു? ഈ ഒരു വരയും ഈ ഒരു വരയും, അതായത് താഴത്തെയും അതുപോലെ മുകളിലത്തെ നടുക്കുള്ള വരയും തമ്മിൽ കൂട്ടി, നടുക്കുള്ള വരയും അതുപോലെ ലാസ്റ്റ് കിടക്കുന്നത് ഏറ്റവും താഴെ കിടക്കുന്ന വരയും വന്ന് കൂട്ടിമുട്ടുന്ന ഒരു ആംഗിളാണ് ഇത്. അതുപോലെ മൂന്നാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? 2 പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നത്, അതായത് 2 സ്ട്രൈറ്റ് ലൈൻ ആയിട്ടുള്ള ആംഗിൾ, ഈ ഒരു ലൈനും ഈ ഒരു ലൈനും, ആ 2 ലൈനുകൾ വന്ന് കൂട്ടിമുട്ടുന്നത് ഈ ഒരു ബിന്ദു. അപ്പോൾ നമുക്കവിടെ ആകെ എത്ര ആംഗിളുകൾ ഫോം ചെയ്തു എന്ന് പറയാം? 3 ആംഗിളുകൾ ഫോം ചെയ്തു എന്ന് പറയാം. നമുക്ക് ഈ ആംഗിളിനെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ച് എഴുതി നോക്കിയാലോ? നോക്കാം. അപ്പോൾ ആദ്യത്തെ ഞാൻ നോക്കിക്കോണം, ഈ ഒരു ഫിഗർ തന്നെ എടുക്കാം. ഇനി പുതിയൊരു ഫിഗർ വരയ്ക്കാൻ നോക്കണ്ട, ഈ ഒരു ഫിഗർ തന്നെ നോക്കാം. ഈ ഒരു ഫിഗറിനകത്ത് ഞാൻ ഇവിടെ എത്ര ആംഗിൾ ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്? 1 ആംഗിൾ ഉണ്ടാകുന്നു എന്നല്ലേ പറഞ്ഞ. അപ്പോൾ ഇതിന് ഞാൻ എ, ഇപ്പൊ ഈ ഒരു അറ്റത്തിന് ഞാൻ എ എന്ന് പേര് കൊടുത്തു, ഈ ഒരു പോയിന്റിന് ഞാൻ ബി എന്ന് കൊടുത്തു, ഈ ഒരു പോയിന്റിന് സി എന്ന് കൊടുത്തു. എങ്ങനെയാ? ഈ ഒരു അറ്റത്തിന്, അതായത് നമ്മള് ഒരു കോണിന് പേര് കൊടുക്കുമ്പോൾ, ഇപ്പോൾ നമുക്കൊരു കോണിന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ലൈനിന്റെ ഏതെങ്കിലും ഒരു എൻഡിനാണ് പേര് കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു എൻഡ് ഉണ്ട്, അതുപോലെ ഇവിടെ ഒരു എൻഡ് ഉണ്ട്, ഇവിടെ ഒരു എൻഡ് ഉണ്ട്, ആകെ 3 എൻഡേ ഉണ്ട്. അപ്പോൾ നമുക്കവിടെ 3 എൻഡിനുമായിട്ട് 3 പേര്, ഡിഫറെന്റ് ആയിട്ടുള്ള പേര് കൊടുത്തു. അപ്പോൾ ഇവിടെ കൊടുത്ത പേരായിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല, എനിക്ക് നമുക്ക് വായിക്കുമ്പോൾ ഒരുമാതിരി എനിക്ക് തോന്നും. അതുകൊണ്ടാണ് ഞാൻ 3 ഡിഫറെന്റ് ആയിട്ടുള്ള നെയിം കൊടുത്തു, 3 ഡിഫറെന്റ് ആയിട്ടുള്ള അക്ഷരങ്ങൾ കൊടുത്തു. അപ്പോൾ നോക്കിയാണ് ഇവിടെ എ, ഇവിടെ ബി, സി. അപ്പോൾ ഇവിടുത്തെ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ഏതാണ്?
കോൺ. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു കോണിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഉപയോഗിക്കാം. വേണമെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു സിമ്പിൾ ഉപയോഗിക്കാം. ആംഗിൾ എന്ന് എഴുതി സൂചിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് കോൺ എന്നുള്ളൊരു സിമ്പിൾ ഉപയോഗിച്ച് എഴുതി സൂചിപ്പിക്കാം, അല്ലെങ്കിൽ നമുക്ക് ആംഗിൾ എന്നുള്ള ഒരു സിമ്പിൾ എഴുതി സൂചിപ്പിക്കാം. ഇപ്പോൾ നോക്കിയാൽ ഞാൻ ഇവിടെ ഒരു ആംഗിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആംഗിൾ, നമ്മൾ ഈ ഒരു ആംഗിളിന്റെ പേര് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ആംഗിൾ എന്തെന്ന് കൊടുക്കാം, എ ബി സി. മനസ്സിലാക്കുക, എ ബി സി. നോക്കിയാണ്, എയിൽ നിന്ന് തുടങ്ങി ബിയിലെത്തി സിയിൽ അവസാനിക്കുന്നു. മനസ്സിലായ? എ ബി സി. എങ്ങനെ? ആംഗിൾ എ ബി സി. നോക്കിയാ ഒരു മാത്രം നോക്കിയാൽ, അതായത് എയിൽ നിന്ന് നമ്മളെ വര തുടങ്ങുകയാണ്. എയിൽ നിന്ന് തുടങ്ങി ബിയിലെത്തി, എയിൽ നിന്ന് തുടങ്ങി ബിയിലെത്തി, ബിയിൽ നിന്ന് നേരെ സിയിലോട്ട്. ഇനി നമ്മൾ നേരെ വേണമെങ്കിൽ സിയിൽ നിന്ന് എയിലോട്ട് പോയാൽ അവിടെ ആംഗിൾ മാറുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ആംഗിൾ പറയുമ്പോൾ 3 അക്ഷരങ്ങൾ ഉപയോഗിച്ച് പറഞ്ഞാൽ, അല്ല അതിൽ കൂടുതലൊന്നും വരരുത്. അപ്പോൾ നമുക്കിവിടെ ആംഗിൾ എ ബി സി. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലൂടെ ആംഗിൾ എ ബി സി സിമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ആംഗിൾ എ ബി സി. ഇതുപോലെ തന്നെ നോക്കിയോണം, ഇവിടെ ഒരു ആംഗിളേ ഉള്ളൂ പറഞ്ഞോളൂ. ഈ ഒരു ആംഗിൾ തന്നെ നമുക്ക് വേറെ രീതിയിലും പറയാം. എങ്ങനെയാ? ആംഗിൾ സി ബി എ. എങ്ങനെയാ? ആംഗിൾ സി ബി എ. അതായത് ഇവിടെ ഇപ്പോൾ 30 ഡിഗ്രി ആണെന്ന് വെച്ചു. ഇപ്പോൾ ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആണെന്ന് വെച്ചു. 30 എന്നുള്ള ഒരു അളവിലാണ് ഈ ഒരു ആംഗിൾ എന്ന് വെച്ചു. ഇപ്പോൾ നമുക്കിവിടെ ആംഗിൾ എ ബി സി എന്ന് വെച്ചാൽ 30 ഡിഗ്രി എന്ന് കിട്ടും. ആംഗിൾ സി ബി എ എത്രയായിരിക്കും? അതും 30 ഡിഗ്രി തന്നെയായിരിക്കും. എന്തുകൊണ്ടാണ്? നോക്കിയാണ്, എ ബി സി അല്ലേ? അതുപോലെ തന്നെ സി ബി എ വല്ല മാറ്റം വ്യത്യാസം തന്നെ ഉണ്ടാ? സെയിം കണക്കാണ്. എ ബി സി പറയുന്നത് കണക്ക് തുല്യമായിട്ടുള്ളത് തന്നെയാണ് സി ബി എ. അതായത് എ ബി സി അല്ലേ? അതുപോലെ സി ബി എ ഇവിടുന്ന് തന്നെ ഇവിടുന്ന് വന്ന് ഇവിടെ പോകുന്നു. അതേ കണക്ക് നമുക്ക് തിരിച്ചു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ പേര് കൊടുത്ത് എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. ആംഗിൾ എ ബി സി. ഒരു പ്രശ്നമില്ല. അതുപോലെ നമുക്ക് അടുത്തത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫിഗർ നോക്കുമ്പോൾ ഇവിടെ ആകെ എത്ര എൻഡുകളുണ്ട്? ഒന്നാമത്തെ എൻഡ് ഈ ഒരു എൻഡാണ്. ഇതിന് ഞാൻ എ എന്ന് കൊടുത്തു. അതുപോലെ മറ്റൊരു എൻഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? മറ്റൊരു എൻഡിന് ഞാൻ ബി എന്ന് കൊടുത്തു. അതുപോലെ അടുത്തൊരു എൻഡിന് സി എന്ന് കൊടുത്തു. അടുത്തൊരു എൻഡ് ഡി എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ എത്ര ആംഗിൾ ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്? 3 ആംഗിൾ ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഓരോ ആംഗിളിനും പേര് കൊടുക്കാം. അപ്പോൾ നോക്കിക്കോണം. അപ്പോൾ നമുക്ക് ഇതിന് ഓരോന്നിന്റെ പേര് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പറഞ്ഞ എന്തായിരുന്നു? ആദ്യത്തെ ഇവിടെ കിടന്ന ഈ ഒരു വരയും ഈ ഒരു വരയും, ആ 2 വരകൾ നമുക്ക് എടുത്തു നോക്കാം. നമ്മൾ ഇവിടെയും 2 വരകൾ എടുത്തു വെച്ചാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇവിടെയും 2 വരകൾ മാത്രം എടുത്തു പറയാം. ഇവിടെ എയിൽ നിന്ന് തുടങ്ങി ബിയിൽ വന്ന് ഡിയിൽ അവസാനിച്ചു. ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഒരു ആംഗിൾ ഏതാണ്? ആംഗിൾ എ ബി ഡി. നോക്കിയാണ്, എയിൽ നിന്ന് തുടങ്ങി ബിയിൽ വന്ന് ഡിയിൽ അവസാനിച്ച് അല്ലെ? അങ്ങനെയാണ് നമുക്ക് അവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നത്. നോക്കിയാൽ എ ബി ഡി അങ്ങനെയല്ലേ നമുക്ക് വേണ്ട 2 വരകൾക്ക് ഒന്ന് കൂടിച്ചേരുന്നത്. അതുപോലെ ഇതിനെല്ലാം നമുക്ക് വേറെ ഒന്നുമായിട്ട് പറയാം. ഇതിന് തുല്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് ആംഗിൾ ഡി ബി എ അല്ലേ? തിരിച്ചു പറയുന്നതാണ്. അതായത് ഡി ആദ്യം വന്ന് ബി നടുക്കുള്ള ബി അതേ കണക്ക് എഴുതി, ആദ്യം കിടന്ന എ അവസാനം തിരിച്ചു പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് വേറെ ഒരു വ്യത്യാസം നോക്കേണ്ട ആവശ്യമില്ല. എ ബി ഡി എന്നും പറയാൻ വേണമെങ്കിൽ ആംഗിൾ ഡി ബി എ എന്നും പറയാം. 2 രീതിയിൽ പറഞ്ഞാലും യാതൊരു കുഴപ്പമില്ല. അടുത്തൊരു ആംഗിൾ നമുക്ക് നോക്കാം. അടുത്തൊരു ആംഗിൾ നമ്മൾ ആദ്യം എടുത്ത ആദ്യത്തെ 2 ലൈനാണ്. ഈ ഒരു ലൈനും ഈ ഒരു ലൈനുമാണ് എടുത്തത്. ഇനി നമുക്ക് അടുത്ത 2 ലൈൻ എടുക്കാം. അപ്പൊ അടുത്ത ഈ ഒരു ലൈനും എടുത്ത് ഈ ഒരു ലൈനും എടുത്ത് ഈ 2 ലൈനുകൾ നോക്കാം. ഡി ബി സി അല്ലേ? ഡി ബി സി നോക്കിയാണ്. ഡി ബി സി നോക്കിയാണ്. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ നിന്ന് അവസാനിക്കുന്നു. ആംഗിൾ ഡി ബി സി. ഇത് നമുക്ക് വേറെ മറ്റൊരു രീതി പറയുന്നത് എങ്ങനെയാണ്? ആംഗിൾ സി ബി ഡി. നോക്കിയാൽ മതി. സി ബി ഡി സെയിം തിരിച്ച് റിപ്പീറ്റ് ചെയ്ത് തിരിച്ചു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അടുത്തൊരു ആംഗിൾ ഏതായിരുന്നു? അപ്പോൾ നമ്മൾ ഈ 2 ലൈൻ മാത്രമേ എടുത്താ. ആദ്യം എടുത്ത ഏതൊക്കെയായിരുന്നു? ഈ ഒരു ലൈനും ഈ ഒരു ലൈനും. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് എടുത്തത് ഈ ഒരു ലൈനും ഈ ഒരു ലൈനും. പിന്നെ എടുക്കാനുള്ള 2 ലൈനുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഇതും ഒന്ന് ഇതും. അപ്പൊ നമുക്ക് അടുത്ത ആംഗിൾ നോക്കാം. ആംഗിൾ എ ബി സി. അതുപോലെ തന്നെ ആംഗിൾ സി ബി എ. എ ബി സി നോക്കിയാണ്. എ ബി സി. ഇപ്പോൾ ഇവിടെ ആകെ എത്ര ആംഗിൾ ഉണ്ട്?
6 ആംഗിൾ ആണോ? അല്ല, ഇവിടെ ആകെയുള്ളത് 3 ആംഗിളുകൾ മാത്രമേ ഉള്ളൂ. അതായത് എ ബി ഡിക്ക് തുല്യമായിട്ടുള്ള ആംഗിൾ തന്നെയാണ് കോൺ ഡി ബി എ. അപ്പോൾ അവിടെ 2 സ്ഥലത്തും കിട്ടുന്ന ആംഗിൾ സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ആംഗിൾ ഉണ്ടെന്ന് പറയാം. നിങ്ങൾ 2 ആംഗിൾ ഉണ്ടെന്ന് പറയരുത്. ആംഗിൾ എ ബി ഡിക്ക് തുല്യമായിട്ടുള്ള ആംഗിൾ തന്നെയാണ് ആംഗിൾ ഡി ബി എ. നിങ്ങൾക്ക് ഏത് രീതിയിൽ പറയും, ഇപ്പോൾ എ ബി ഡി എന്ന് തന്നെ പറയുന്ന നിർബന്ധമില്ല, ഡി ബി എ എന്ന് പറഞ്ഞാലും മതി. അപ്പോൾ ഇവിടെ എല്ലാത്തിനും നോക്കിയാണ് നടുക്ക് വരുന്നത് ബി ആണ് അല്ലെ? നടുക്ക് വരുന്നത് ബി എന്നുള്ള ഒരു അക്ഷരമാണ്. എന്തുകൊണ്ടാണ് നടുക്ക് ബി എന്ന് തന്നെ പറഞ്ഞത്? കാരണം എന്താണ്? ഈ എല്ലാ ലൈനുകളും വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ബിയിലാണ് അല്ലെ? ഈ ലൈനും ഈ ലൈനും ഈ ലൈനും ഈ എല്ലാ ലൈനുകളും വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ബി എന്ന് പറയുന്ന ലൈനിലാണ്. അതുകൊണ്ടാണ് അവിടെ എല്ലാ സ്ഥലത്തും നടുക്ക് ബി വരുന്നത്, മറ്റുള്ള അക്ഷരങ്ങൾ മാറി മാറി വരുന്നത്. ഇപ്പോൾ ഇവിടെ ബിക്ക് പകരം ഇവിടെ എഫ് ഇ എങ്ങാനും വന്നിരുന്നെങ്കിൽ വീണ്ടും മാറിയായിരുന്നു. ഇപ്പോൾ എ ഇ ഡി ആയിരുന്നു. മനസ്സിലാക്കുക. അപ്പോൾ നടുക്ക് വരുന്ന, അതായത് എല്ലാ ലൈനുകളും വന്ന് ജോയിൻ ചെയ്യുന്നത് അനുസരിച്ചിരിക്കും നമ്മൾ ഇതിന്റെ അക്ഷരങ്ങൾ മാറും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിച്ചു വന്നിരുന്നില്ല. ഇപ്പോൾ ഇവിടെ കുറെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുറെ ആംഗിളുകളുടെ അല്ലെങ്കിൽ കോണുകളുടെ കുറെ ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്നും ഇതിന്റെ എല്ലാത്തിന്റെ പേരെടുത്ത് എഴുതുന്നതിനും അതുപോലെ ഇതിൽ ഏറ്റവും വലിയ ആംഗിൾ ഏതാണ്, ഈ ഒരു ഫിഗർ നോക്കിയിട്ട് ഇതിൽ ഏറ്റവും വലുത് അല്ലെങ്കിൽ ഏറ്റവും ചെറുത് ഏതെന്നുള്ള ആംഗിളുകൾ കണ്ടെത്താനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ അടുത്ത് പറഞ്ഞ കണക്കിന് ഈ ഒരു എല്ലാ കോണുകൾക്കും നമുക്ക് പേര് കൊടുക്കാൻ നോക്കാം. ഇപ്പോൾ ആദ്യത്തെ ആംഗിൾ നോക്കിയാണ്, ഈ ഒരു ആംഗിൾ നമുക്ക് എന്തെന്നാ പറയാം? നോക്കിയാൽ എയിൽ തുടങ്ങി ബിയിൽ വന്ന് സിയിൽ അവസാനിച്ചു. അങ്ങനെ വെച്ച് നമുക്ക് പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ എന്തെന്ന് പറയാം? റൈറ്റ് ആംഗിൾ ആണ്. അതായത് 90 ഡിഗ്രി ആയിട്ടുള്ള 90 ഡിഗ്രി ആയിട്ടുള്ള ആംഗിൾ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ റൈറ്റ് ആംഗിൾ എ ബി സി ഇതിന് തുല്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് റൈറ്റ് ആംഗിൾ സി ബി എ. ഇതിൽ ഏത് എഴുതിയാലും നിങ്ങൾ ആൻസർ ശരി തന്നെയാണ്. അപ്പോൾ എ ബി സി നോക്കിയാൽ എ ബി സി, അതായത് ഈ 2 ലൈനുകൾ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ബിയിലാണ്. അതുകൊണ്ടാണ് ഇവിടെ ആംഗിൾ ബി എ ബി സി അല്ലെങ്കിൽ ആംഗിൾ സി ബി എ, അതായത് സി ബി എ ഏത് പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. അടുത്തൊരു ആംഗിൾ നോക്കാം. ആംഗിളിന്റെ പേര് നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. എന്തായിരിക്കും നോക്കിയാൽ ഡി ഇ എന്നും അതുപോലെ എഫ് ഇ എന്നുള്ള വരകൾ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് ഇ എന്നുള്ള ഒരു ബിന്ദുവിലാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ നമുക്ക് ആംഗിൾ ഡി ഇ എഫ്, മനസ്സിലായോ? ഡി ഇ എഫ്. അതുപോലെ ഇതിനെ നമുക്ക് എന്തെന്നും പറയാം? എഫ് ഇ ഡി എന്നും പറയാൻ സാധിക്കും. നോക്കിയാൽ മതി, ഡി ഇ എഫ്. അതുപോലെ ആംഗിൾ എഫ് ഇ ഡി മനസ്സിലാക്കുക. അതുപോലെ ഇവിടുത്തെ ആംഗിൾ പറഞ്ഞാണ് ആംഗിൾ ജി എച്ച് ഐ, ജി എച്ച് ഐ അല്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ആംഗിൾ ഐ എച്ച് ജി. നോക്കിയാൽ ഐ എച്ച് ജി മനസ്സിലാകുന്നുണ്ടോ? ഐയിൽ നിന്ന് തുടങ്ങി എച്ചിൽ വന്നു ജിയിൽ അവസാനിച്ചു. അതായത് ഈ 2 ലൈനുകൾ മാത്രം എടുത്ത് നോക്കിയാണ് ജി എച്ച് ഐ, ആംഗിൾ ജി എച്ച് ഐ. അതുപോലെ ഈ ആംഗിൾ എത്രയായിരിക്കും? ഈ ഒരു ആംഗിളിന്റെ പേര് പറയാം, നോക്കിയോണം. ഒ എം എൻ, മനസ്സിലാകുന്നുണ്ടോ? ഈ ഒരു ആംഗിളിന്റെ പേര് ആംഗിൾ ഒ എം എൻ, ആംഗിൾ ഒ എം എൻ. ഈ ഒരു ലൈനും ഈ ഒരു ലൈനും കൂടെ എടുത്തപ്പോൾ ഇവിടെ ഈ ഒരു ആംഗിൾ ഫോം ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആംഗിൾ ഒ എം എൻ, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം ആംഗിൾ എൻ എം ഒ, മനസ്സിലാവുന്നുണ്ട്? ആംഗിൾ എൻ എം ഒ എന്ന് പറയാനായി സാധിക്കും. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയൊരു ആംഗിൾ അല്ലെങ്കിൽ ഏറ്റവും ചെറിയൊരു ആംഗിൾ കണ്ടുപിടിക്കുന്നതെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഈ ഒരു ആംഗിൾ നമുക്കറിയാം, ഈ ഒരു ആംഗിൾ 90 ഡിഗ്രി ആണ് നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇങ്ങനത്തെ സിമ്പിൾ സൂചിപ്പിച്ചാൽ അത് 90 ഡിഗ്രി ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒരു ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രിയേക്കാൾ കുറവാണ് അല്ലെ? അതായത് 90 ഡിഗ്രി, ഇത്തരം ആംഗിളുകൾ 90 ഡിഗ്രി എന്നും അതുപോലെ ഇതിനേക്കാൾ കുറയും. അതായത് 90 ഡിഗ്രിയേക്കാൾ നമുക്കാണ് ഇവിടെ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇതാണ് 90 ഡിഗ്രി ആംഗിളിന്റെ സിമ്പിൾ. അപ്പോൾ ഇവിടെ 90 ഡിഗ്രി ആംഗിളിനേക്കാൾ കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രിയേക്കാൾ കുറവാണ് എന്ന് പറയാനായി സാധിക്കും. അതുപോലെ ഈ ലൈനിലും ഈ 2 കോണുകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും വലുത് ഏതായിരിക്കും? ഈ ഒരു ആംഗിൾ ആയിരിക്കും വലുത്. അപ്പോൾ ഇത് അതിനേക്കാൾ ചെറുതാണെന്ന് പറയാം. അപ്പോൾ ഏറ്റവും സ്മാളസ്റ്റ് ആയിട്ടുള്ള ആംഗിൾ എന്ന് പറഞ്ഞാൽ ആംഗിൾ ജി എച്ച് ഐ ആണെന്ന് പറയാം. അതുപോലെ ഈ ഒരു ആംഗിൾ നോക്കിയാണ്, അതായത് ഇവിടെ ഒരു 90 ഡിഗ്രിയുടെ സിമ്പിൾ ഉണ്ടെങ്കിൽ, ഇവിടെ 90 ഡിഗ്രിയുടെ സിമ്പിൾ ഉണ്ടെങ്കിൽ നോക്കിയാണ് 90 ഡിഗ്രിയാണ് ഇവിടെ വരേണ്ടത്. അപ്പോൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലായിട്ട് വരും.
അപ്പോൾ ഏറ്റവും വലിയൊരു ആംഗിൾ നമുക്ക് ആംഗിൾ ഒ എം എൻ എന്ന് പറയാം. അപ്പോൾ 90 ഡിഗ്രി വെച്ചാണ് നമുക്ക് ആംഗിളുകൾ വലുതാണോ ഏത് വലുതാണോ ഏത് ചെറുതാണോ എന്നുള്ളൊരു ആൻസറിലേക്ക് എത്തിച്ചേരുവാനായി സാധിക്കും. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടത് രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ വന്ന് കൂട്ടിമുട്ടുന്നു. അതിന് നമ്മൾ പറയുന്നത് ആംഗിൾ അല്ലെങ്കിൽ കോൺ. ടു ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഫോം ആൻ ആംഗിൾ എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ആംഗിളുമായി ബന്ധപ്പെട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൽ ചാൻസ് ആയി ഇനി വരാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് വർക്കായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു.